ഇത് എന്നതാ ശോശാമേ, നിങ്ങൾ എല്ലാവരും കൂടെ മരിപ്പ് കൂടാമെന്ന മാതിരി ഇരിക്കുന്നേ. ഒന്ന് മുഖം തെളിയിച്ചിരിക്കുക. എന്തിനാ മുഖം തെളിക്കുന്നേ? ഇത് തന്നെയാ എന്റെ ജോസൂട്ടിയുടെ മരിപ്പ്. പക്ഷേ മരിപ്പ് മഞ്ഞണിക്കര പെരുന്നാളാകാൻ അധിക നേരമൊന്നും എടുക്കേണ്ടി വന്നില്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു മാലാഖയെ കാണുന്ന പോലെ അമ്മച്ചിയുടെയും പെങ്ങന്മാരുടെയും മുഖം വിടർന്നു. ചായക്കടയിലെ ചില്ലൽമാരയിലിരിക്കണ എത്തക്കാബോളി കാണുന്ന കുട്ടിയെ പോലെ ഞാൻ റോസിനെ നോക്കിയിരുന്നു പോയി. ആദ്യം ജോസൂട്ടിക്ക്, പിന്നെ വികാരി അച്ഛന്. അല്ലല്ലേ? പെട്ടെന്ന് ഇവിടം വിട്ട് പോരുന്നതിന് ജോസിന് വിഷമമുണ്ടോ? അത് പിന്നെ വിഷമമുണ്ടാവാതിരിക്കൂ. അമ്മച്ചീനെയും അപ്പനെയും മോളിക്കുട്ടിയൊക്കെ വിട്ടിട്ട്. അല്ല, റോസിന് വിഷമം തോന്നില്ലേ ആദ്യമായിട്ട് ഇവിടുന്ന് പുറത്തു പോയപ്പോ? അതാണ് വിഷമം, പിന്നെ സഹിക്കാം. പക്ഷെ ഒരുതരം പേടി തോന്നുന്നുണ്ട് റോസ് എനിക്ക്. അതെന്തിനാ പേടിക്കണേ? അല്ല, അവിടെ ചെല്ലുമ്പോഴുള്ള കാര്യം ആലോചിക്കുമ്പോഴാന്നേ. കട്ടപ്പന നിന്ന് ഏറ്റവും ദൂരമുള്ള സ്ഥലത്തെ പോയിരിക്കണ കടത്തുരുത്തിലെ അമ്മച്ചിയുടെ വീട്ടിലാണ്. ന്യൂസിലാൻഡിൽ ചെന്നാൽ ദാഹിച്ച വെള്ളം ചോദിക്കാനുള്ള ഭാഷ പോലും എനിക്കറിയത്തില്ലെന്നേ. റോസിൻ്റെ ചിരി കാണാൻ നല്ല രസമാണ്. ചോദിക്കണോണ്ടൊന്നും തോന്നരുത്, ടെൻഷനായതുകൊണ്ടാ. ഒരു ലഡ്ഡു എടുത്തോട്ടെ? അയ്യോ, അത് ജിലേബിയാ. ഓ ആണോ? എനിക്ക് ടെൻഷൻ വന്നാൽ എല്ലാം ലഡ്ഡു പോലെ ഇരിക്കും. റോസും ഭാര്യയായിട്ട് വരണ പെണ്ണ അപ്പനെ അമ്മച്ചനെയൊക്കെ നോക്കി കഴിയണമെന്നായിരുന്നു ആഗ്രഹം. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതിപ്പോൾ കെട്ട് കഴിഞ്ഞ് 8-10 ദിവസത്തിനുള്ളിൽ റോസ് പോവും. വിസ വരുമ്പോൾ ഞാനും പോകണം. എല്ലാവരും കൂടെ ഉണ്ടായിട്ടെന്താ? കൈ കാശില്ലെങ്കിൽ പരസ്പരം കണ്ണി നോക്കിയിരിക്കാം. അല്ലാതെ എന്നാ ഗുണോ ജോസൂട്ടി? എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നടക്കുമോ? അങ്ങനെയാണെ പിന്നെ കർത്താവ് എന്നാത്തിനാ? ഇത് കർത്താവിൻ്റെ തീരുമാനമാണെന്നങ്ങ് വെച്ചാൽ മതി. അപ്പനോടും ഞാൻ എൻ്റെ വിഷമം പറഞ്ഞു. അങ്ങനെയൊക്കെ വിചാരിച്ച ജീവിക്കാൻ പറ്റുമോടാ ജോസൂട്ടി? നീ ആ പെങ്കൊച്ചിന്റെ ഭാഗത്തുനിന്ന് ആലോചിച്ച് നോക്കിയേ. അവളും നാടും വീടും വിട്ടല്ലേ ഇത്രയും നാൾ അവിടെ ജോലി ചെയ്തേ. കൂടെ ഒരു തുണ വേണമെന്ന് അവക്കും കാണില്ലേ ആഗ്രഹം? പിന്നെ കെട്ടുകഴിഞ്ഞ് കൂടുതൽ ദിവസം ഇവിടെ നിൽക്കാൻ പറ്റാത്തത് അവളുടെ കുറ്റമാണ്. ജോലിയില്ലാതെ ജീവിക്കാൻ പറ്റുമോടാ? സ്വന്തം കുടുംബത്തിന്റെ കാര്യം പോട്ടെ, ഇതിപ്പോ നമ്മുടെ കൂടെ ബാധ്യതകളെ അവള് തലയിലെടുത്ത് വെച്ചിരിക്കുന്നതെന്ന് ആര് മറന്നാലും നീ മറക്കരുത് ജോസൂട്ടി.